കാണാൻ സുന്ദരം, പക്ഷേ അശ്രദ്ധയെങ്കിൽ അപകടക്കെണി. മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്ന തൂവൽ വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. സഞ്ചാരികളുടെ മനസ്സിനെ മയക്കുന്ന തൂവൽ വെള്ളച്ചാട്ടം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അപകടക്കെണികളാണ്. തൂവലരുവി എന്നറിയപ്പെടുന്ന തൂവൽ വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ജീവൻ നഷ്ടമായത് 12 പേർക്കാണ്. 2023 ഓഗസ്റ്റിൽ നെടുങ്കണ്ടം സ്വദേശികളായ 2 പേർ മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. അപകടങ്ങൾ പതിവാകുമ്പോഴും ഈ മേഖലയിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രദേശവാസികളുടെ പരാതി. കഴിഞ്ഞ ശനിയാഴ്ച വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട വിനോദസഞ്ചാരിയെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുത്തിയത്. തമിഴ്നാട് മധുര സ്വദേശിയാണ് ഒഴുക്കിൽപ്പെട്ടത്. രാമക്കൽമേട് സന്ദർശനത്തിനെത്തിയ 4 അംഗ സംഘം തൂവൽ വെള്ളച്ചാട്ടം കാണുവാൻ എത്തുകയായിരുന്നു. സെൽഫി എടുക്കുന്നതിനിടയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ടെങ്കിലും പാറയിൽ തങ്ങി നിന്നു. കൂടെയുള്ളവർ ബഹളം വെച്ചതോടെ പ്രദേശവാസിയായ മുണ്ടക്കപ്പട പ്രിൻസ് കയറുമായി എത്തി യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവങ്ങൾ ഇടുക്കി ലൈവിനോട് പങ്കുവെക്കുന്നതിനായി പ്രിൻസ് നമ്മോടൊപ്പം ചേരുകയാണ്. അതിസാഹസികമായിട്ടാണ് പ്രിൻസ് താങ്കൾ ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തിയത്. ആ സംഭവം ഒന്ന് വിവരിക്കാമോ? ഞാനിങ്ങനെ വീട്ടില് പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു കയറുമായിട്ട് ഓടി വാടാ, ഒരുത്തന്നെ ഇവിടെ ചാകാൻ കിടക്കാന്ന് പറഞ്ഞു. നീ വന്നില്ലെങ്കിൽ ചിലപ്പം രക്ഷപ്പെടുകയല്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഞാൻ വീട്ടിലോട്ട് ഓടി വന്ന് കയറ് തപ്പി. എന്നാണ് ഗുരുത്തം കൊണ്ട് ഒരു കയറ് കിട്ടി. ആ കയറുമായിട്ട് ഓടി വന്ന് താഴെ വന്നപ്പോ കുറെ പേര് അവിടെ നിൽക്കുന്നു. അവരോട് ചോദിച്ചു ഇവിടെ വെള്ളത്തിൽ പോയാരാന്ന് ചോദിച്ചു. എന്നാൽ അവർക്കറിയത്തില്ല. അപ്പൊ എന്നെ കളിപ്പിക്കാന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അവനെ വിളിച്ചു, എടാ ഉള്ളതാടാന്ന്, നീ വരാൻ പറഞ്ഞു, മണ്ടേന്ന് വിളിക്കുന്നുണ്ട്. നേരം ഞാൻ കയറി ചെന്നപ്പം ഇങ്ങേര് ഈ വെള്ളത്തിനടുക്ക് നിക്കുക, ഈ പാറക്കെട്ടിന്റെ നടുക്ക് ഒരു 2 പിള്ളേർ പിടിച്ചോണ്ട് നിൽപ്പുണ്ട് ഒരു കമ്പേര്. തമിഴ്നാട് സ്വദേശികളായിരുന്നു അല്ലേ? ആ തമിഴ്നാട് സ്വദേശികളായിരുന്നു. 2 പിള്ളേർ കമ്പേ പിടിച്ചോണ്ട് നിൽക്കുന്നു. അപ്പം ഞാൻ ഓടിച്ചെന്നു, കയറിട്ടു. കയറിട്ട് കഴിയുമ്പോ സമാധാനമായി, കാരണം ഇനി എങ്ങോട്ടും പോവുകയല്ലോ, നമ്മുടെ കയ്യിലായി. നമ്മളിന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് വല്ലതും പറ്റിയെന്ന് ചോദിച്ചു. ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, എന്നാ പിള്ളേരെന്നോട് പറഞ്ഞു കൈ കോർത്ത് പിടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൈ കോർത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ഞാൻ എടുക്കേണ്ടി വരും, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. കാര്യം ചെയ്ത് നിങ്ങൾ വലിച്ചു കയറ്റ്, നമുക്ക് പുള്ളിയോട് പിടിക്കാമെന്ന് ചോദിച്ചു. പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വലിച്ചു കയറ്റിയത്. എത്ര നേരം ഇയാൾ ഇങ്ങനെ ഈ അപകടാവസ്ഥ കിടന്നു കാണും? ഒരു 20 അരമണിക്കൂറോളം കിടന്നു. ഈ ഒരു കമ്പെ പിടിച്ചു കിടന്നുകൊണ്ടാണ് അങ്ങനെ കിടന്നത് അല്ലേ? ആ കമ്പ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവിടെ തൊട്ട് താഴെ ഭയങ്കര കുഴിയാ, ഒരു 10-40 അടി താഴ്ചയുള്ള കുഴിയാ. അവിടെയായി സ്ഥിരമായിട്ട് ആൾക്കാർ മരിക്കുന്നത്. എനിക്ക് ഇതിനു മുമ്പേ ഈ ഒരു എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിനിടെ ഏതാണ്ട് 12 ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ തൊട്ടടുത്താണോ? പ്രിൻസിന്റെ വീട് തൊട്ടടുത്താണോ? തൊട്ടടുത്ത് തന്നെ. തൊട്ടടുത്താണ്. ഇതിനു മുമ്പ് ഞാനാണ് ഏറ്റവും ബസ് തന്നെ. ഈ അപകടം എല്ലാം നടക്കുമ്പോഴും ബസ് ഇല്ലെന്ന് മിക്കവാറും ഞാനായിരിക്കും. ഈ അപകടങ്ങളൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? കണ്ടിട്ടുണ്ട്. കാരണം അരമണിക്കൂർ കഴിഞ്ഞ് മിക്കവാറും എന്നെ വിളിക്കൂ, അതായത് കോള് വരുള്ളൂ. കാരണം അവര് വേറെ രക്ഷയില്ലാതെ വരുമ്പോൾ നാട്ടുകാരാ മിക്കവാറും ഫോൺ വിളിക്കുന്നത്, എവിടെ അവിടുന്ന് എവിടാന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേനും ആള് മരിച്ചിട്ട് കാണും ഓൾറെഡി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ പോയിട്ട് പിന്നെ രക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. എന്നാലും നമ്മൾ മുങ്ങിത്തപ്പും, കിട്ടിയാൽ പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കും. ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ അപകടം ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ അപകടം ഒഴിവാക്കാനായിട്ടുള്ള എന്താ നമുക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത്? ഇത് പറഞ്ഞ് പഞ്ചായത്തിനോട് അതിന്റെ ആൾക്കാരോട് പറഞ്ഞ് മടുത്തതാ. എല്ലാ പ്രാവശ്യം ആൾക്കാർ പോവും, അന്നേരം കുറച്ച് പേര് വരും, നാളെ ശരിയാക്കാൻ പറഞ്ഞങ്ങ് പോവും, പിന്നെ അവരെ കാണുകയില്ല. പിന്നെ ഇങ്ങനെ അവിടെ ഉണ്ടാകും, വീണ്ടും വരും. ഇതിനെ സംഭവിക്കുന്നത്. അല്ല, നേരത്തെ അവിടെ ഒരു ഈ സെക്യൂരിറ്റി നിയമിക്കണമെന്നൊക്കെ പറഞ്ഞൊരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു ഗാർഡിനെയും ഒരു വേലിയും അവിടെ കയറി പോകാൻ ഒരു സ്റ്റെപ്പ്. ഇപ്പൊ നമ്മളിപ്പോ കയറി പോവാ, ഇപ്പൊ മേളിൽ ടോപ്പിൽ ചെന്നു ഒരു മഴ തുള്ളി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങത്തില്ല, അവിടെ പെട്ടുപോയി. മഴ തുള്ളി അവിടെ തിന്നും, പാറ തിന്നും, വിഴുക്കല പിന്നെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് നോക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അത് മാത്രമല്ല, നെടുങ്കണ്ടം പഞ്ചായത്ത് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത്. ഇവിടെ ഡെവലപ്മെന്റ് ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നത് ഒരു വലിയ കാര്യമാണ്. ഈ അവസരത്തിൽ ഇടുക്കി ലൈവിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രിൻസിനെ അറിയിക്കുകയാണ്. താങ്ക് യു. തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ സമീപവാസിയായിട്ടുള്ള പ്രിൻസിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ ജീവൻ തിരിച്ചു കിട്ടുക എന്നത് അപൂർവമായ ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് ഒട്ടേറെ സഞ്ചാരികൾ തൂവൽ വെള്ളച്ചാട്ടത്തിൽ എത്താറുണ്ട്. എന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തെത്താൻ സുരക്ഷിതമായ നടപ്പുവഴി പോലും ഒരുക്കിയിട്ടില്ല. താരതമ്യേന ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇടുക്കിയിൽ തൂവൽ വെള്ളച്ചാട്ടം പോലെ തന്നെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുമുണ്ട്.
സഞ്ചാരികൾ സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.